നരേന്ദ്രമോദിജിക്ക് നല്ല ഒരു ബന്ധമുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട്. ഏതൊരു സ്റ്റേറ്റിനും നരേന്ദ്രമോദിജി നെഗ്ലക്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കാസർഗോഡിലോ കേരളത്തിലോ BJPക്ക് ഒരു MP MLA ഇല്ലാത്ത സ്ഥലത്തും പോലും നമുക്ക് നിരവധി ഡെവലപ്മെൻറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വന്ദേ ഭാരത് ഞങ്ങൾ നരേന്ദ്രമോദിജി തന്നതാണ്, അല്ലാണ്ട് MP കൊണ്ടുവന്നതൊന്നും അല്ല. അയാൾക്ക് പറഞ്ഞ് നടക്കാമല്ലോ. ഇയാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 5 years ആയില്ലേ MP ആയിട്ട്. എന്തുകൊണ്ട് ഇയാൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? എന്തുകൊണ്ട് ഇയാൾക്ക് കോളേജസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല? ഇവിടെ ഒരു മിനിമം ആയിട്ടുള്ള വാട്ടർ സ്കാസിറ്റി നമുക്ക് 12 rivers ഉണ്ട് കാസർഗോഡിൽ. എന്നിട്ടും പോലും കുടിവെള്ളത്തിന് പ്രശ്നം ഇതിനെ പരിഹരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇതെല്ലാം ഇത്രത്തോളം ഉള്ള പ്രോബ്ലംസിന് ഇയാൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല? കേന്ദ്ര സർക്കാരത്തിന് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസുകൾ ഞാൻ കൊണ്ടുവന്നു ഇയാൾ വെറുതെ ഇല്ലെങ്കിൽ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും പറയുന്ന സമയത്ത് ഈ അശ്വിനിയുടെ ഇതേപോലെ MPക്കെതിരെയുള്ള പരാമർശം, MP വികസനം ചെയ്തില്ല എന്ന് പറയുമ്പോഴും UDF പ്രധാനമായും പറയുന്നത് BJPയുടെ പ്രചരണങ്ങളൊന്നും തന്നെ ഇടതുപക്ഷത്തിന് കാര്യമായ തോതിലൊന്നും പറയുന്നില്ല, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല, എല്ലാം MPക്കെതിരെയുള്ള ഒരു പ്രചരണമായി BJPയുടെ പ്രചരണങ്ങൾ മാറുന്നു എന്നുള്ള ഒരു ആക്ഷേപം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുമ്പോൾ MP പിന്നെ MLA മാരാണ് പറയുന്നുള്ളത്. MP വന്നിട്ട് UDF കാരാണ്, MLA വന്നിട്ട് നമുക്കുള്ളത് UDF ആണ്. ബിക്കോസ് മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസി വന്നിട്ട് AK അഷ്റഫ് ആണ്, അയാൾ വന്നിട്ട് UDF ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പറയേണ്ടത് അതേ തന്നെ. എന്നിട്ടും പോലും ഞങ്ങൾ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടെ ഫെയിലിയർ ആണ്. ടോട്ടൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെയിലിയർ ആയിട്ടുണ്ട്. ഞാൻ too many times I have already told them. ഇന്നെന്താണ് പറയാനുള്ളത്? എനിക്ക് അതുപോലും കേരള സദസ്സ് യാത്ര ചെയ്തു. അവർ നിരവധി പൈസകൾ മുടക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ പാവപ്പെട്ടവർക്ക് ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റിട്ടില്ല. 6 months ആയിട്ടുണ്ട്. അതിനെ ഞാൻ ഐ എം മെൻഷനിങ് എവറിവെയർ. നോട്ട് ഓൺലി UDF ഐ എം ബ്ലെയിമിങ്, ഈവൻ LDF ഞാൻ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ അടിസ്ഥാനമില്ലാത്തൊരു ആരോപം അതന്നെ. എനിക്ക് പാർട്ടിൻ്റെ ഡിഫറൻഷിയേഷൻ അല്ല എനിക്ക് മെയിൻ ഉള്ളത്. എനിക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു വികസനം വന്നിട്ടില്ല. അത് 2 parties ഈക്വലി ഉത്തരവാദികളാണ്. അപ്പോൾ എനിക്ക് രണ്ടാളും ഒരേപോലെയാണ്. ഞാൻ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യാറില്ല. ഈ ഒരു അവസരം തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു മോദിജി കേരളത്തിൽ ഉൾപ്പെടെ വന്ന് ഒരുപാട് ഗ്യാരണ്ടികൾ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡിന് അശ്വിനി നൽകുന്ന ഗ്യാരണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള ഗ്യാരണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ എനിക്ക് ലെറ്റർ വന്നിട്ടുണ്ട് നരേന്ദ്രമോദിജിൻ്റെ ഭാഗത്ത്. ആൻഡ് ഹീ ഈസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഐ വിൽ വിൻ ഫ്രം കാസർഗോഡ്. ഷുവർലി ഐ വിൽ ബി എ MP. അപ്പോൾ നരേന്ദ്രമോദിജി എനിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു വന്ന് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഞാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പിന്നെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യും. അത് മോദിജി എനിക്ക് എന്തെങ്കിലും തരും. പിന്നെ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്, 100% ഉണ്ട്. കാസർഗോഡ് 5 വർഷം കൊണ്ട് ഈ കാസർഗോഡിൻ്റെ പുതിയ കാസർഗോഡ് നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി വരുമ്പോൾ സമയത്തെ സാധാരണഗതിയിൽ വനിതകൾക്ക് ഇപ്പോൾ CPMൻ്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് വനിതാ സ്ഥാനാർത്ഥികളുള്ളത്. UDFിലും വളരെ കുറവാണ്, അതിലും കുറവാണ്. അപ്പോൾ വനിതകൾക്കൊരു പ്രാതിനിധ്യം കിട്ടുന്നതിൻ്റെ ഭാഗമായി മോദിജിയുടെ ഒരു പ്രത്യേക താല്പര്യം പ്രകാരം തന്നെയാണ് അശ്വിനി കാസർഗോഡ് സ്ഥാനാർത്ഥി. അപ്പോൾ വനിതകളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസിന് വില കൂടുതൽ, അപ്പോൾ അത്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളും ചർച്ചയാക്കുന്നുണ്ട്. ഇടത് മുന്നണിയും വലത് മുന്നണിയും ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയാക്കുന്ന ആ കാര്യങ്ങളൊക്കെ BJPക്ക് ഒരു തിരിച്ചടിയാവാനുള്ള, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കൂടുതൽ, പെട്രോളിൻ്റെ വില കൂടുതൽ, ഇതൊക്കെ ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് തിരിച്ചടിയാണത്? നമുക്ക് മോദിജി തരുന്ന പെട്രോൾ ഡീസലാണ് ഇവിടെയും കൊടുക്കുന്നുള്ളത്. കേരളത്തിലും സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിലും എല്ലാ അടുത്ത് മോദിജി കൊടുക്കുന്ന പെട്രോളാണ്. പക്ഷേ നമുക്ക് കർണാടകയിൽ നമുക്ക് 10 രൂപ കുറവാണ്. കൂടുതലായിട്ട് ആരാണ് എടുക്കുന്നുള്ളത്? ഇതേ കേരള ഗവൺമെൻറ്റാണ് 10 രൂപ കൂടുതൽ എടുക്കുന്നത്, ഇതേ കേരള ഗവൺമെൻറ്. എന്നിട്ടും പോലും ഇവർക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എല്ലാം പിന്നെ വെറുതെ ഇല്ലെങ്കിൽ ഒരു ബ്ലെയിമിങ് ആക്കുന്നുള്ളത് കേന്ദ്ര സർക്കാരത്തിൻ്റെ മോളാണ്. ജസ്റ്റ് ദ പീപ്പിൾ ഓഫ് കാസർഗോഡ് തിങ്ക് ആക്കണം. ഇത് വേറെ കർണാടകയിൽ നമ്മൾ BJP ഭരിക്കുമ്പോൾ നമ്മൾ 10 രൂപ കുറച്ചതാണ്. എന്നിട്ട് ഇവിടെ എന്തിനാണ് ഇവർ ഇനിയും 10 rupees കുറച്ചിട്ടില്ല? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അതേപോലെ ഞാനൊരു അമ്മയാണ്, സ്ത്രീയാണ്. സ്ത്രീകളെ എല്ലാം വിഷയങ്ങളും ഇടപെടാൻ സാധിക്കും. എനിക്കും വിഷമമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കുറേ കാലമായിട്ട് ഗൾഫിലുണ്ടായതാണ്. എത്രയോ അമ്മമാർക്ക് അവരുടെ കുട്ടികൾ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നത്. ഭാര്യയ്ക്ക് വിഷമമുണ്ട്, ഭർത്താവ് ഗൾഫിലുണ്ടെന്ന്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പിന്നെ എൻ്റെ മോനും
പഠിക്കാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരാണ് പോകുന്നുള്ളത്. നമുക്കത് ഒരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞെങ്കിൽ നമുക്കൊരു ടെൻഷൻസ് ആവും, മോൻ എവിടെ പോയി എന്തായിന്ന്. സോ ഇത് എൻ്റെ മാത്രമല്ല പ്രശ്നം, എല്ലാ അമ്മമാരും, ഈ കാസർഗോഡ് മണ്ഡലത്തിലെ മൊത്തം അമ്മമാരുടെ പ്രശ്നം ഇതാണ്. സോ ഈ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും ഒരു ഉത്തരം ഉണ്ടാവും.